ഹരേ കൃഷ്ണ. ഞാൻ ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ഒരു കഥയാണ് പറയുന്നത് കേട്ടോ. ഉണ്ണിക്കണ്ണൻ്റെ ഒരു കഥയാണ് പറയുന്നത്. കുട്ടിക്കാലത്ത് അച്ഛൻ പറഞ്ഞു തന്ന കഥയാണ്. രാത്രി ഉറങ്ങുമ്പോൾ പറഞ്ഞു തരാറുള്ള കഥയാണ്. അതിന് കഥേൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം, ഗോപാലേട്ടൻ്റെ കഥയാണ് എന്നാ പറയാം. പലരും കേട്ടിട്ടുണ്ടാവും, ചില കുട്ടികൾക്കൊന്നും അറിയണ്ടാവില്ല. അപ്പം ഇത് കേട്ടവർ കേൾക്കാത്ത കുട്ടികൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. കൃഷ്ണൻ്റെ കഥ കേൾക്കുക എന്നുള്ളത് വളരെ ഭാഗ്യം ഉള്ളവർക്ക് മാത്രം സിദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അത് കഥ എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ, പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു അച്ഛനും ഒരു ചെറിയ ഒരു ഉണ്ണിയും താമസിച്ചിരുന്നു. അവർ അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മയൊക്കെ മരിച്ചു പോയി. അച്ഛനും ചെറിയൊരു മകനും മാത്രമേ ഉള്ളൂ. അപ്പം കുട്ടിക്ക് 3, 4, 5 വയസ്സാകുമ്പോഴത്തേക്ക് സ്കൂളിൽ ചേർക്കാൻ കാലമായി. അപ്പം അച്ഛനെന്ത് ചെയ്തു, തൊട്ടടുത്തൊന്നും സ്കൂളില്ല, കുറച്ച് ദൂരെയാണ്. ഒരു കാട്ടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോയാലേ അവിടെ സ്കൂളിൽ എത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു സ്കൂളിൽ കൊണ്ട് ചേർത്തു. എന്നിട്ട് പറഞ്ഞു, നാളെ മുതൽ മോന് സ്കൂളിൽ പോവണം. ആദ്യത്തെ ദിവസം അച്ഛൻ വരും, പിന്നെയൊക്കെ ഒറ്റയ്ക്ക് പോയിക്കൊള്ളണം. കൂട്ടുകാരൊക്കെ ഉണ്ടാവും കൂടെ പോവാൻ. അപ്പോൾ അവരെ കൂടെ പോയാൽ മതി. വരുമ്പോഴും അതെ, ഒറ്റയ്ക്ക് വരണം. കൊണ്ടുപോകാൻ മാത്രം അച്ഛൻ വരാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം കുട്ടിക്ക് സങ്കടമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒറ്റയ്ക്ക് പോവുക എന്നുള്ളത് ഒരു വിഷമമുള്ള കാര്യമാണ്. പക്ഷേ സ്കൂളിൽ പോവാതിരിക്കാൻ വയ്യല്ലോ. അപ്പം ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ അച്ഛാ എന്ന് കുട്ടി പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെ കുളിച്ച് പുറപ്പെട്ട് ചായയും പലഹാരമൊക്കെ കഴിച്ച് കുട്ടീനെ സ്കൂളിലേക്ക് യാത്രയാക്കാൻ പുറപ്പെട്ടു. അങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. കുട്ടിക്ക് തോന്നി, നാളെ മുതൽ ഒറ്റയ്ക്കല്ലേ പോവേണ്ടത്, ഇത്ര ദൂരെയൊക്കെ എങ്ങനെയാണ് അപ്പം ഞാൻ ഒറ്റയ്ക്ക് നടക്കുക എന്നൊക്കെ കുട്ടി ആലോചിക്കാതെ ഇരുന്നില്ല. എന്ത് തന്നെ ആയാലും അച്ഛനും മോനും സ്കൂളിൽ എത്തി. മാഷിനെ പരിചയപ്പെടുത്തി കൊടുത്തു. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. പുതിയൊരു അന്തരീക്ഷം ആയിട്ട് കുട്ടിക്ക് തോന്നി. എന്തായാലും മോൻ ഇവിടെ ഇരുന്ന് പഠിക്ക്, വൈകുന്നേരം സ്കൂളിൽ വിട്ടാൽ വേറെ കുട്ടികളൊക്കെ ഉണ്ടാവും, ഓരോ കൂട്ടത്തിൽ പതുക്കനെ അങ്ങനെ നടന്നു വന്നാൽ മതി എന്ന് പറഞ്ഞു. കുട്ടി ഇഷ്ടമില്ലാത്ത മട്ടിൽ തലയാട്ടി ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ കുട്ടീൻ്റെ അച്ഛൻ അവിടുന്ന് തിരിച്ചു പോന്നു. വൈകുന്നേരം ആയപ്പം ആരും കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അപ്പുറത്ത് കൂടിയൊക്കെ ഓരോരുത്തർ പോകുന്നുണ്ട്. കുറേ നേരം അങ്ങനെ നടന്നാലേ വീട്ടിലെത്തുള്ളൂ. കുട്ടിക്ക് പേടി തോന്നായില്ല. അങ്ങനെയൊക്കെയാണ് കണ്ടീഷൻ. വീട്ടിലെത്തിയിട്ട് കുട്ടി പറഞ്ഞു, അച്ഛൻ നാളെയും ഞാൻ പോവണോ സ്കൂൾ തുറന്നിട്ടല്ലേ ഉള്ളൂ, നാളെ പോവണോ? അതെന്താ അങ്ങനെ തോന്നാൻ എന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഒന്നുമില്ല, ഒറ്റയ്ക്ക് പോകുന്ന കാര്യം ആലോചിക്കുമ്പം. അത് കുഴപ്പമില്ല, നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടാവും, നാളെയും കൂടി ഒന്ന് പോയി നോക്കൂട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം അച്ഛൻ കുറച്ച് ദൂരമാക്കി കൊടുത്തു. ഇനി ഒറ്റയ്ക്ക് പോയിട്ട് വൈകുന്നേരം കുട്ടികളെ കൂടെ തിരിച്ചു വന്നോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെയും വന്നു. അന്ന് വൈകുന്നേരം പറഞ്ഞു, അച്ഛൻ നാളെയും പോകണോ? നാളെയും ഞാൻ പോവണമല്ലേ സ്കൂളിലേക്ക്? ഇങ്ങനെ എത്ര ദിവസം ഉണ്ടാവും സ്കൂളിൽ എത്ര ദിവസം പോവണം? അപ്പം അച്ഛൻ പറഞ്ഞു, അത് സാരമില്ല, കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്ക് കൂട്ടുകാരൊക്കെ വരും. പിറ്റേന്ന് രാവിലെ പോകുന്ന സമയത്ത്, അച്ഛൻ ഇന്ന് കൂട്ടുകാരുണ്ടാവുമായിരിക്കുമല്ലേ വരുമ്പം? അപ്പം അച്ഛൻ പറഞ്ഞു, മോന് വീണ്ടും ഇത് പറയുന്ന കണ്ടപ്പം അച്ഛൻ പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ആ കാടിൻ്റെ ഇടയിൽ ഒരു ഗോപാലേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പം ഗോപാലൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. മോൻ ഉറക്കനെ വിളിച്ചാൽ മതി, ഗോപാലേട്ടാന്ന് വിളിച്ചാൽ മതി. അപ്പം മോനെ കൊണ്ടുവരാനും കൊണ്ടയാക്കാനും ഒക്കെ
ഗോപാലേട്ടൻ വരും. ആ കാടിൻ്റെ ഇടയിലാണ് വീട്. പക്ഷെ കുറച്ചൊന്ന് ഉറക്കനെ വിളിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം പിന്നെ മോന് പേടിക്കാനില്ല. നല്ല പാട്ടും കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈ പിടിച്ച് സ്കൂളിൽ കൊണ്ടാക്കി തരും എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് കുറച്ച് സന്തോഷമായി. അങ്ങനെ ഒരു ഏട്ടൻ കൂടെ ഉണ്ടാവുന്നത് നല്ല കാര്യമാണല്ലോ. അപ്പോൾ കൈയൊക്കെ പിടിച്ച് സ്കൂളിൽ കൊണ്ടാക്കി തരും എന്ന് പറയുന്ന നോക്കട്ടെ, നാളെ നിന്ന് വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടി പോകുന്ന സമയത്ത് ഏതാണ്ട് കുറച്ച് പകുതി വഴിക്കിലൊക്കെ എത്തിയ സമയത്ത് ആൾക്കാരൊക്കെ കുറഞ്ഞു തുടങ്ങി. ആ ഭാഗത്തേക്കുള്ള 1-2 ആൾക്കാരൊക്കെ ഉള്ളൂ. പിന്നെ നടന്ന് പോകുമ്പോൾ ആ കുട്ടികൾ മുന്നിലെത്തി. പിന്നെ ആരും ഇല്ലാണ്ടായപ്പോൾ കുട്ടിക്ക് കുറേശ്ശെ പേടിയാവാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ ഉറക്കനെ വിളിച്ചു, ഗോപാലേട്ടാന്ന് ഉറക്കനെ വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം കുട്ടിക്ക് ഒരു നല്ല ചന്ദനത്തിൻ്റെ മണം അനുഭവപ്പെട്ടു. എന്തോ ഒരു നല്ല ഒരു കാറ്റടിച്ചു. ദൂരേന്ന് എന്നുള്ളൊരു ശബ്ദം കേട്ടു. ഇപ്പോൾ വരാട്ടോ എന്നുള്ള ഒരു വർത്താനം പറയുന്നതും കേട്ടു. കുട്ടിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. ആ അന്തരീക്ഷേ മാറിയ പോലെ തോന്നി. ഭഗവാന്റെ വരവ് അങ്ങനെയാണല്ലോ. കുട്ടി ഒന്നും അറിയാതെയാണ് വിളിച്ചത്. ആരാണ് ഗോപാലേട്ടൻ എന്നൊന്നും അറിയില്ല. ആ രീതിയിലാണ് വിളിച്ചത്. പക്ഷെ ഒരാൾ ദൂരേന്ന് ഇങ്ങനെ പതുക്കനെ നടന്ന് വരുന്നു. ഒരു മഞ്ഞ കളറിലുള്ള ഒരു മുണ്ട് ഉടുത്തുണ്ട്, ഒരു തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്, കയ്യിലൊരു വടിയൊക്കെ ഉണ്ട്. പതുക്കനെ ചിരിച്ച് മുഖം കണ്ടപ്പോൾ തന്നെ കുട്ടിക്ക് വളരെ സന്തോഷമായി. അപ്പം കുറച്ചടുത്ത് എത്തിയെന്ന് പറഞ്ഞപ്പം കുട്ടി അങ്ങോട്ട് ഓടിപ്പോയി. അച്ഛൻ പറഞ്ഞ ഗോപാലേട്ടനാണ് അല്ലേ? അച്ഛൻ പറഞ്ഞു ഇവിടെ ഗോപാലേട്ടൻ ഉണ്ട് എന്ന്. അപ്പം എനിക്ക് കാണണമെന്ന് തോന്നി. ഗോപാലേട്ടൻ സ്കൂളിൽ വരെ എന്നെ കൊണ്ടാക്കി തരുമോ? വൈകുന്നേരം എന്നെ കൂട്ടാൻ വരുമോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഗോപാലേട്ടനും വർത്താനം പറയാൻ തുടങ്ങി. കുട്ടീൻ്റെ കൈ അങ്ങോട്ട് പിടിച്ചു എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അതിനെന്താ, ഞാനിവിടെ എന്തായാലും വെറുതെ ഇരിക്കുകയാണ്. എനിക്കിവിടെ ഓരോ പണികളൊക്കെ ഉണ്ടാവും. അവിടെ പശുക്കളുണ്ട്, അതിനെ നോക്കണം. വേറെ പണികളൊന്നുമില്ല. അപ്പം എന്തായാലും നീ എപ്പം വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ വരാലോ. നിനക്ക് എന്നെ സ്വന്തം ഏട്ടനെ പോലെ കരുതാലോ എന്നൊക്കെ പറഞ്ഞ് കൈയും പിടിച്ച് നടക്കാൻ തുടങ്ങി. പൂവിൻ്റെയും അതുപോലെ തന്നെ തുമ്പികളെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ കുട്ടി വിചാരിച്ചു, ഈശ്വരാ, സ്കൂളിൽ എത്താഞ്ഞാൽ മതിയായിരുന്നു. എന്ത് രസമാണ് ഗോപാലേട്ടൻ്റെ കൂടെ തുള്ളി ചാടി സ്കൂളിലേക്ക് എത്താൻ എന്ന് വിചാരിച്ചു.